സ്റ്റേഷനിലാണ് ഉള്ളത്. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല പോക്സോ കേസ് ചെയ്ത ആളാണ്. പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോറ്റിയ കുറച്ച് നാളുകൾ. തൊപ്പി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഒരു വീഡിയോ. അവന്മാര് വീഡിയോ ഇട്ട് എല്ലാം പറഞ്ഞ് എല്ലാം ചെയ്തപ്പോഴാണോ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തോന്നിയത്? അവന്മാര് ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നല്ലോ. അത് ചെയ്യാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രൈവറ്റ് വീഡിയോസ് വരെ എടുത്ത് പബ്ലിക് ചെയ്തിട്ട് ഇപ്പൊ പോയി പോലീസ് കേസ് കൊടുത്തേക്കുന്നു. എന്തോ പറ്റി? ഇനിയും പരസ്പരം ലൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരും. ഇനിയും ആൾക്കാരുടെ മുന്നിൽ നാണം കേടും, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതൊക്കെ ഇപ്പോഴാണോ ആലോചിക്കുന്നത്? ആദ്യം ആ വീഡിയോ ഇട്ടപ്പോ ആലോചിക്കണമായിരുന്നു. കാരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല പോക്സോ കേസ് ചെയ്ത ആളാണ്. പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോറ്റിയ കുറച്ച് നാളുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർക്ക് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസ് ചെയ്ത് ഇതെല്ലാം ഞാൻ പറയട്ടെ. നീയും നാറികളാണ്, അപ്പുറത്തിരിക്കുന്നതും നാറികളാണ്. അത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ പ്രൈവറ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായതാ രണ്ട് ഭാഗത്തിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി നാറിത്തരമാണ് കയ്യിലുള്ളത്. മനസ്സിലായോ? പിന്നെ റീച്ചിന്റെ കാര്യം, നിനക്കും റീച്ചാണ് വേണ്ടത്, അവന്മാർക്കും റീച്ചാണ് വേണ്ടത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന, ട്രോൾ വീഡിയോ ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും റീച്ച് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ തുറന്നു വെച്ചത് പിന്നെ അട്ടം നോക്കിയിരിക്കാനല്ലോ. പിന്നെ ഒരു ഡിഫമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയി. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെ ഡയറക്റ്റ് നേരെ ഇമാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്. ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാം. ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, ഇത്ര വൈകി ബോധോദയം ഉണ്ടാവാനുള്ള കാരണം എന്താണ് തൊപ്പി? ഹനാൻഷ ഇതിൽ ഇടപെട്ടതാണോ ഇത്രയും വൈകിയ ബോധോദയം ഉണ്ടാകാൻ കാരണം? അതോ ഇനിയും ഇതുപോലെ ഏതേലൊക്കെ പെൺപിള്ളേരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ അവന്മാർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇതൊക്കെ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഇനിയും പ്രശ്നം വരും എന്നുള്ളതാണോ ബോധോദയത്തിന് കാരണം? നിങ്ങള് ഒരു വീട്ടില് താമസിച്ചിരുന്ന സമയത്ത് അവന്മാര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കടമ നിനക്കുണ്ടായിരുന്നു. അത് ചെയ്യാതെ അവന്മാര് കാണിക്കുന്ന എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് പരസ്പരം തല്ലിപ്പിരിഞ്ഞപ്പോ മറ്റുള്ള ആൾക്കാർക്ക് കണ്ടു ചിരിക്കാൻ വേണ്ടിട്ട് കുറെ കോമഡി പീസുകൾ. പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ മാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതുമില്ലാണ്ട് വന്ന് വെറുതെ പട്ടത്തിൽ വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച് അതായത് റിലേഷൻഷിപ്പില് ഇതാക്കി പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു തരാം. പൈസ കൊടുത്ത് ഒതുക്കി എന്നല്ലേ പറഞ്ഞേ? പൈസ കൊടുത്ത് ഒതുക്കി ആരേലൊക്കെ പുറത്തു വരുമോ? എനിക്ക് തോന്നുന്നില്ല വരുന്നുള്ളത്. പൈസ കൊടുത്ത് ഇവൻ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ആരേലും വരുവോടെ? വരൂല്ല. ഡ്രഗ്സിലാരും എന്റെ വീട്ടിൽ ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഒരു വന്ന മുതലുള്ള പ്ലാൻ. ഞാൻ 3 മാസം മുമ്പാണ് ഇവരെ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇവര് രാസിന്റെ വാങ്ങുന്ന ഇവരെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. ഇതിങ്ങനെ തന്നെ വന്ന് പറയുന്നുള്ളത് എല്ലാരും പറഞ്ഞ കാര്യമാണ്. ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, ഞാനില്ലാത്ത സമയത്ത് എന്റെ റൂമിൽ കയറ്റി, എന്നിട്ട് വീഡിയോ എടുത്തു. ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ആൾക്കാരുടെ മുഖത്ത് നോക്കാർക്ക് മടിയാണ്. ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോട് പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരുന്ന സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ
ഒരു തെളിവില്ലാണ്ട് ഡിഫമേഷൻ മാത്രമല്ല ക്രിമിനൽ കേസ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാന്ന്. ഇതിനു മുമ്പ് തൊപ്പി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നുള്ളത് തൊപ്പിക്ക് ഓർമ്മയുണ്ടോ? ഈ മുടിയും മുറിച്ച് നിഹാദ് എന്നായിട്ട് വരുന്നതിന്റെ മുമ്പ് തൊപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നോ? എന്തൊക്കെയാ വൃത്തികേടുകളാണ് നീ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മുടി മുറിച്ചെന്ന് കരുതിയിട്ട് നീ നന്നാവും എന്ന് വിചാരിച്ച ആൾക്കാർക്കാണ് പറ്റിപ്പോയത്. ഒരു നാൾ തെണ്ടി ആയവൻ അത് പല നാളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് അവരറിയാണ്ട് പോയി. ആ സമയത്ത് നിന്റെ ഇതില് വരുന്ന പെമ്പിള്ളേരുടെ അടുത്ത് നീ കാണിക്കുന്ന അതേ പരിപാടിയാണ് നീ മുൻപോട്ട് കാണിക്കുന്നതെന്ന് എല്ലാരും ആലോചിക്കണമായിരുന്നോ? അത് ആലോചിച്ചില്ല. ആ അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞത് എങ്ങനെയാ അത് എന്റേതാണ്? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? എടാ ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാവും. ഇതേപോലെ തന്നെ ബോക്സ് ഏതോ പെണ്ണുങ്ങളെ ഞാൻ പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ഏതൊരു പെണ്ണു എന്ന് പറയട്ടെ, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ആരെങ്കിലും പരാതി ആരെങ്കിലും ഇതുവരെ പരാതി പറയുന്നത് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ? പെണ്ണുങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേ? ഹനാൻഷയുടെ ആ വീഡിയോയിൽ ഇരിക്കുന്ന പെണ്ണിനെ നീ പിന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് പിന്നെ നീ റെസ്പെക്ട് ആണോടാ നാറി ചെയ്തേ? സംസാരിക്കുമ്പോ ആലോചിച്ച് സംസാരിക്കണം. ആ വീഡിയോയില് നിന്റെ വോയിസ് തന്നെയല്ലേ, അല്ലാണ്ട് അവൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല പോലും. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്നെ ഒന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല, അതാണ് സത്യം. കുടുംബത്തില് കയറ്റാൻ പറ്റത്തില്ല. എനിക്കെതിരെ ഈ ലോകത്തിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാരിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ച് വേണമെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു നിൽക്കാം, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നിൽക്കാം. ഞാൻ പറയാം എന്ത് പറഞ്ഞാലും ഒരു അത് കേൾക്കുമ്പോഴാണ് മനുഷ്യന് ദേഷ്യം വരുന്നത്. എല്ലാ തെണ്ടിത്തരം ചെയ്തിട്ട് ആണ് ഗൈസ്, അല്ലെങ്കിൽ ഹാക്കിംഗ് ആണ് ഗൈസ്. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോൾ വരെ മാറ്റിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ല എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കോട്ടെ, ഞാനും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത എന്താ? നിങ്ങൾ ആലോചിക്കുക, ആ സാധനത്തിൽ അടുത്ത് വരും. നോക്കോ, അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കും, ആ സാധനത്തിന്റെ അടുത്ത് ഒരു പുറത്ത് വരും. ഓക്കെ, ഇതാണ് ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയത്. ഓക്കെ, എല്ലാമാരും ജയിലിൽ കയറി അതിന്റെ അകത്ത് അങ്ങ് കടന്ന പടാരാണെങ്കിൽ അവിടെ തന്നെ തീരട്ടെ. എല്ലാം കണക്കാ, ഒരെണ്ണം നല്ലതില്ല ആ കൂട്ടത്തില്. കാര്യം പറയാൻ പറഞ്ഞത് ഡിഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസ് ഞാൻ ജയിക്കും. ഡിഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 വയസ്സ് 9 വയസ്സ് ഞാൻ തൊടുക. അർഹതപ്പെട്ടവർക്ക് വല്ല രോഗികൾക്കും അനാഥാലയത്തിനും ഞാൻ കൊടുക്കും. ഓക്കെ, ബാക്കി ഇനി ഞാൻ ലീഗൽ ഫൈറ്റിന് ഞാൻ ഇറങ്ങുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണും. ഓക്കെ, അതിന്റെ ഇടയിൽ കൂടെ നന്മ മരങ്ങളി കണ്ടടാ. നന്മ മരത്തിന്റെ യഥാർത്ഥ മുഖമൊക്കെ കണ്ട് ഇനി കാണണ്ട. ഇനി വേറൊരുത്തൻ ഷമീർ. പക്ഷെ അതില് കുഴപ്പമൊന്നുമില്ല. കാരണം നിനക്ക് കുഴപ്പമുണ്ടായിട്ട് ഒരു കാര്യമില്ല, തെണ്ടിത്തരം നീ അവിടെ കാണിച്ച്. ഇതിപ്പോ എന്തായാലും മിക്കവാറും എന്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എന്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ലൈവ് ചെയ്തുകൊണ്ട് തന്നെ ചാനൽ എന്തായാലും പോകും. പിന്നെ ജാസിന്റെ ഇൻസ്റ്റ പോയി, അവന്റെ യൂട്യൂബ് ചാനൽ പോയി, എല്ലാവർക്കും ഇതൊക്കെ പോയി. മനസ്സിലായി? അപ്പൊ എന്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോകുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞു പോകാൻ വിചാരിച്ചു. അപ്പൊ പണിയെടുത്ത് ജീവിക്കാനെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇമാതിരി പണിയെടുക്കാതെ പോയി പണിയെടുത്ത് ജീവിക്കുക. വാങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. ടെൻഷൻ. നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മകരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിന്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാണോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്. മനസ്സിലാവും? ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ് വീഡിയോ അടക്കം ഇതിനെന്താണ്, ഇതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും
ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവര് കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തില് അടുത്ത നന്മമരം നിന്നെയൊക്കെ ഇന്നലെ എങ്ങാണ്ട് കൈ കിട്ടിയായിരുന്നു ഓടിച്ച് ചെവിക്കലിനെ പൊട്ടിച്ചേനെ. കാരണം എന്താണെന്നറിയോ, ഇതിലൊന്നും പെടാത്ത ഒരു മാറ്റർ ആയിരുന്നു ഹനാൻഷയുടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീയും തൊപ്പിയും തമ്മിൽ അടിച്ചു തീർക്കണം, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം. അതിന്റെ ഇടയിലോട്ട് മൂന്നാമതൊരെണ്ണത്തിനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം ലൈവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചിലേക്ക് പറഞ്ഞ പോലെ ചാനൽ അടിച്ച് കളയാൻ, ചാനൽ കൂട്ടിക്കാനൊന്നും കിച്ചിൽ പറ്റൂല. അതുകൊണ്ട് ആടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആടെ ചെയ്യും. പിന്നെ എപ്പം ജയിലാവുന്നു, എപ്പം കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലാകാം. അപ്പൊ ജയിലാകാൻ മീൻസ് ഒരിക്കലും ഡ്രഗിന്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓന്റെ കൂടെ ഒന്ന് ഓന്തൊന്ന് അടിച്ചല്ലാണ്ട് ഞാൻ അതിനുശേഷം ഞാൻ ഇവിടെ എന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നവരെ ഇവിടെ കളിച്ചിട്ടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് ആരും വിശ്വസിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. പിന്നെ അനാൻഷനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ ഓന്റെ ഇത് കാണിക്കാൻ വേണ്ടി ഓന്റെ റിയാലിറ്റി മോൻ ആരാന്നും കാണിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ ഒരു ഇത് ഇതാക്കേണ്ട വന്നു. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. സോറി ബ്രോ, കരയാൻ പോലും പറ്റുന്നില്ല. ചെയ്യുമ്പോ ബോധം ഉണ്ടാവണം. ചെയ്തു കഴിഞ്ഞിട്ട് മൊത്തം നെഗറ്റീവ് ഉണ്ടാവുമ്പോഴല്ലടാ നാറി ബോധോദയം ഉണ്ടാവേണ്ടത്. ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് ഈ ബോധോദയം ഉണ്ടാവണമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. നീയൊക്കെ കാരണം ഉണ്ടായ അപമാനമൊക്കെ നിനക്ക് ഈ ഒരു സോറി കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല, ഒരു കോപ്പവും ഇല്ല. ഇനി ഇരുന്ന് കരഞ്ഞ് മെഴുക്, എന്നിട്ട് പോയി ജയിലിലും കൂടെ കിടക്ക്. പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സമാധാനം വേണം. അതുകൊണ്ടാ നീയൊക്കെ പബ്ലിക് നോൺസെൻസ് ആയിക്കൊണ്ടിരിക്കുക. ശരി എന്നാ.